സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ തൽഫലമായി തന്നെ വരുന്ന 5 ദിവസം കേരളത്തിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത പ്രവചിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ വ്യാഴാഴ്ച പത്തനംതിട്ട, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും അതേപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അടുത്ത ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 1 മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത 3 മണിക്കൂറിൽ പത്തനംതിട്ട, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരത്തിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തീരദേശവാസികളും മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കുകയും അധികൃതരുടെ നിർദ്ദേശാനുസരണം തന്നെ കർശനമായും പാലിക്കേണ്ടതാണ്. മഴ കനക്കും തോറും പ്രളയ സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കൂടാതെ തന്നെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ തന്നെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണം. മരങ്ങൾ കടപുഴകി വീഴുവാനും അതുപോലെ തന്നെ വൈദ്യുതി ലൈനുകൾ പൊട്ടി വീഴാനും ഒക്കെ സാധ്യതയുള്ള സമയമാണ്. ആയതിനാൽ തന്നെ ബൈക്ക് യാത്രക്കാരും കാൽനട യാത്രക്കാരും വളരെയധികം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം ശക്തമായ മഴ കണക്കിലെടുത്ത് അരുവിക്കര ഡാം തുറന്നുവിട്ടിരുന്നു. ഡാമിന്റെ 1 മുതൽ 5 വരെയുള്ള ഷട്ടറുകളാണ് തുറന്നുവിട്ടത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ പ്രവചന പ്രകാരം കേരളത്തിൽ ഇത്തവണ കാലവർഷം എത്തിയിരിക്കുന്നത് അതായത് ജൂൺ, സെപ്റ്റംബർ സാധാരണയിൽ കൂടുതൽ അതായത് ദീർഘകാല ശരാശരിയുടെ 108% ആയിരിക്കാൻ സാധ്യതയുണ്ട്. ജൂൺ മാസത്തിൽ പൊതുവെ സാധാരണയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ മഴ പ്രതീക്ഷിക്കുന്നതായും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തന്നെ തുടരാനും സാധ്യതയുണ്ട്. അതേസമയം ഒഡീഷ തീരത്തിന് സമീപം വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ മെയ് 27 മുതൽ 30 വരെ ഒറ്റപ്പെട്ട അതിതീവ്രമായ മഴയ്ക്കും 27 മുതൽ 31 വരെ അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത്. പ്രളയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരാപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ ഓറഞ്ചും, തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, കണ്ണൂർ ജില്ലയിലെ പെരുമ്പ, മലപ്പുറം ജില്ലയിലെ ഭാരതപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ഉപ്പള, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ അലേർട്ടും നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ കരയോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ ശക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.